വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കർത്താവിനെ തന്നെ നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുന്ന് കർത്താവേ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്ന ഒരു ഹൃദയം ഞങ്ങൾ സ്വർഗത്തിൽ കാണുന്ന വിശ്വാസ കണ്ണുകളാൽ തന്നെ തന്നെ വെളിപ്പെടുത്തി തരുവാനായിട്ട് വിരുമ്പുന്ന ഒരു പിതാവിന്റെ ഹൃദയം. അതെ കർത്താവേ, യേശുവേ, അവിടുന്ന് പിതാവിനെ മറുപടി ചാടിയിരുന്ന ആ ഏകജാതനായ പുത്രൻ പിതാവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവല്ലോ. ഇനി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ലോർഡ് ജീസസ്, യു എക്സ്പ്ലെയിൻ ദ ഫാദർ ടു us again. ഞങ്ങൾക്ക് യേശുവേ അങ്ങ് പിതാവിനെ അറിയുന്നത് പോലെ അതിന്റെ ഏഴേലത്തെ പോലെ ഞങ്ങൾക്ക് അങ്ങേ പിതാവിനെ അറിയുമല്ലോ. കർത്താവേ, യേശു വെളിപ്പെടുത്തി തരാതെ നമുക്ക് ഇങ്ങനെ പിതാവിനെ അറിയാൻ സാധിക്കും. ആ പിതാവിന്റെ ആളുടെ ചൂട്, ആവശ്യമുള്ളത് കർത്താവിന്റെ ഹെവൻലി ഫാദർ, അത് പരിശുദ്ധാത്മാവിനായ കർത്താവെ ഞങ്ങൾക്ക് അറിയണം. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അങ്ങനെയൊക്കെ നോക്കുന്നു കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. അവിടുന്ന് ശിഷ്യന്മാരോട് ചേർത്ത് നിർത്തി, ശിഷ്യന്മാരെ തോട് ചേർത്ത് നിർത്തി അവിടുന്ന് സംസാരിച്ചതുപോലെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയവും അവിടുത്തെ സ്നേഹത്താൽ ഇരിയുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പുസ്തകിക്കുന്നില്ല. ഈശ്വരന്റെ വിലയേറെ മതിലുള്ള നാമത്തിൽ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തെ പിതാവ് എന്നറിയുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും ദൈവപിതാവാണ്. അതിനെക്കുറിച്ച് നല്ലപോലെ സൺഡേ ക്ലാസ് പോലെ കേൾക്കുന്നതുകൊണ്ട് ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു വേണം പ്രാർത്ഥിക്കുമ്പോൾ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് അതൊരു അങ്ങനൊരു ഒരു ചടങ്ങാചാരം മാതിരി തമിഴിന്റെ സഹോദരങ്ങളെ പറയുന്നത് ചടങ്ങാചാരം എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് മാതിരി, ഒരു റിച്വല് മാതിരിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കുവാണ്. പക്ഷെ യഥാർത്ഥത്തിലൊരു പിതാവിനോട് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവം എന്റെ പിതാവാണ് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നോയിങ് ഗോഡ് ആസ് എ ഡാഡ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൊല്ലം സീമഫില് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഈ ദൈവത്തെ പിതാവ് അവര് തന്നെ സജസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ് എന്റെ ഓർമ്മ. ഇങ്ങനെ അവരാരോ ഇങ്ങനെ ദൈവത്തെ പിതാവിന് അതിനെ കുറിച്ച് സംസാരിക്കണം സാറേ എന്ന് പറഞ്ഞപ്പം നമ്മൾ അതിന്റെ ടൈറ്റിൽ കൊടുത്ത് നോയിങ് ഗോഡ് ആസ് എ ഡാഡ്. ഗോഡ് ഡാഡ്, GOD DAD. ആ ഒരു പ്രാസമാണ് നോയിങ് ഗോഡ് ആസ് എ ഡാഡ്. എന്നിട്ട് താഴത്തെ ചെറിയ അക്ഷരത്തിൽ എക്സ്പീരിയൻസിങ് ഹെവൻലി ഫാദേഴ്സ് ലവ് ആൻഡ് കെയർ അങ്ങനെ എന്താണ് അതിന്റെ ഒരു ടോപ്പിക് കൊടുത്തായിട്ട് ഓർക്കുന്നത്. അപ്പം ദൈവത്തെ ഡാഡി ആയിട്ട്, അപ്പായിട്ട് അറിയുന്നുണ്ട് നമ്മള്. റോമർ 8-ാം അധ്യായത്തിലെ ഈ ഒരു വാക്യം അബ്ബാ പിതാവേ എന്നുള്ള ഒരു പ്രയോഗം പുതിയ നിയമത്തില് എത്ര തവണയുണ്ട്? 3 തവണയുണ്ട്. അത് ഒരു തവണ നമ്മൾ വായിക്കുന്നത് ഈ ഒരു റോമർ 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ്. റോമർ 8:15 നമ്മൾ നോക്കുമ്പോൾ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ എത്രയെ പ്രാപിച്ചത്. നമുക്ക് ഇന്ന് നമ്മളുടെ ജീവിതത്തില് ശരിയാണ്, നമ്മള് ചുറ്റും പലരെയൊക്കെ നോക്കുമ്പോൾ, ചുറ്റുമുള്ള പലരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സമാധാനമുണ്ട്, ഭദ്രതയുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു അളവിലുള്ള ഒരു സമാധാനവും ഭദ്രതയും സെക്യൂരിറ്റി എന്നുള്ളൊരു വാക്ക് നമ്മൾ ഈ ഇങ്ങനെ കടയുടെ മുമ്പിലൊക്കെ സെക്യൂരിറ്റി, ആ വാക്ക് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ കടയുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണല്ലോ ആ സെക്യൂരിറ്റി ചേട്ടന്മാരെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ഫാദേഴ്സ് ലവ്, ആ ഒരു ഭദ്രത. ഭക്തരൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ. അത് ആ ഭദ്രത, ആ ഒരു സെക്യൂരിറ്റി. ആ ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീല പറയുമായിരുന്നു, ഇങ്ങനെ അർപ്പിതയും ജോസിനെ എൻ്റെ അടുക്ക് വരുന്നതിനെക്കാട്ട് വളരെ ഫ്രീഡത്തോടാണ് പ്രാർത്ഥന ഏറ്റവും ഇളയാണ് ഓടി വരുന്നത്. വെച്ചാൽ ഇങ്ങനെ വലുതാവുന്നതോടെ അവർക്ക് കുറച്ചുകൂടെ ഇൻഹിബിഷൻസ് കുറച്ചുകൂടെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ കൊച്ചു പിള്ളേരാകുമ്പോൾ അവര് ഭയങ്കര ഫ്രീ ആയിട്ട് ഓടിച്ചാടി വന്നങ്ങ് മടിയിലോട്ട് കയറിയിരിക്കുന്നു.
ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ പേരൻസിനെ ഒരു മരം പോലെ കണ്ട് ഇങ്ങനെ നമ്മുടെ പുറത്തോട്ട് ഇങ്ങനെ ചവിട്ടി കയറി. സോ അത്ര ഒരു ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് വലിയ വലിയ പക്വതയുള്ള വിശ്വാസികളൊക്കെ ആയി തോന്നുകൊണ്ട് നമ്മള് യുനോ പക്വത യഥാർത്ഥത്തിൽ നമ്മള് ആത്മീയമായിട്ട് അധികം അധികം പക്വത പ്രാപിക്കുന്തോറും നമ്മള് നമ്മളുടെ വിൽ പവറിൽ, നമ്മുടെ ഇച്ഛാശക്തിയിൽ നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അധികമായിട്ട് 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 ഒരു ആശ്രയബോധത്തിലേക്ക് വരും. ആത്മാവില്, അതായത് അതിന്റെ ഒരു പാരഡോക്സ് ഓഫ് ദി ക്രിസ്ത്യൻ ലൈഫിൽ പല പല വിരോധാഭാസങ്ങൾ, പാരഡോക്സസ് ഉണ്ട്. അവിടെ അതിന്റെ ഒരു പാരഡോക്സ് എന്ന് പറഞ്ഞാല് ആത്മാവിന് നമ്മള് യേശുവിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യാത്മാവ്, ദൈവം നമുക്ക് ആത്മാവ്, ദേഹി, ദേഹം, 1 തെസ്സലോനിക്കർ 5:23 വാക്യം അല്ലേ? എല്ലാവർക്കും ആ റെഫറൻസ് എടുക്കാതെ തന്നെ നമുക്ക് അത് വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതി വെക്കാം. 1 തെസ്സലോനിക്കർ 5:23 വാക്യത്തിൽ എന്താ പറയുന്നത്? നമ്മൾക്ക് എന്തൊക്കെയുണ്ടെന്ന്, ആത്മാവ്, ദേഹി, ദേഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് മരിച്ച അവസ്ഥയിലായിരുന്നു. യേശുവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ, യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു പറയുമ്പോൾ യഥാർത്ഥത്തിൽ യേശു കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് അവിടെ സ്വർഗത്തിലാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ആരാ വന്നേ? യേശുവിന്റെ ആത്മാവായിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നേ. അപ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു ജീവൻ ഉണ്ടായി. അപ്പോ നമ്മളുടെ ആത്മാവിൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ, ഒരു കുഞ്ഞായിട്ട് ജനിക്കുക. അത് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ നമ്മളുടെ മരിച്ച ആത്മാവിലേക്ക് വരുമ്പോൾ ദൈവം നമുക്കൊരു പുതിയ ആത്മാവിനെ, പുതിയൊരു മനുഷ്യാത്മാവിനെ നൽകും. അത് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും നൽകും എന്നൊക്കെ എഹെസ്കേൽ 36-26 വാക്യത്തിലുള്ള പ്രവചനം. പുതിയൊരു ഹൃദയം എന്ന് പറഞ്ഞാൽ ആ ഹൃദയം മനുഷ്യാത്മാവിനെ കുറിക്കുന്നത്, പുതിയൊരു ആത്മാവ് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നത്. അപ്പൊ ആ ഒരു നമുക്ക് പുതിയൊരു ഹൃദയത്തെ, അതുവരെ മരിച്ച ഒരു ആത്മാവിനെ ദൈവം അതങ്ങ് മാറ്റി നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിലേക്ക് വന്നപ്പോൾ ഒരു പുതു ആത്മാവായി തീർന്നു. പുതു മനുഷ്യാത്മാവ്, ഒരു കുഞ്ഞായിട്ട് ജനിച്ചു. അപ്പൊ ആ കുഞ്ഞ് ഇനി യേശുവിന്റെ പക്വതയോളം വളരണം, യേശുവിനെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വളരണം എന്നൊക്കെ എഫേസ്യർ 4:12-13 വാക്യങ്ങളിലേക്ക് വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യത്തിന്റെ റെഫറൻസ് ഞാൻ എഴുതിയിടാം, നിങ്ങളത് പെട്ടെന്ന് എടുത്ത് നോക്കാൻ സമയമില്ല നമുക്ക്. എഫേസ്യർ 4:12-13 വാക്യത്തിലൊക്കെ ആ ഒരു മെച്യൂരിറ്റി, ടു ദ ഫുൾ സ്റ്റേച്ചർ ദാറ്റ് ബിലോങ്സ് ടു ക്രൈസ്റ്റ്, അതിലേക്ക് നമ്മൾ വളരണം. യേശുവിന്റെ ഒരു പക്വതയിലേക്ക്, ആത്മാവിന് നമ്മുടെ പക്വതയിലേക്ക് വളരണം. എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ എല്ലാം തിരിച്ചു പറയുന്ന ഒരു ശീലമുണ്ട്. കർത്താവ് പറയും, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നയിച്ചു പോകുന്നു പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും ഞാൻ സമാധാനം അല്ല വാളെടുത്ത് ഇങ്ങനെ തിരിച്ചു പറയുന്ന ആളാണ് കർത്താവ്. ചിലത് അത് അതിൻ്റെതായ ഒരു അർത്ഥത്തിന് ആഴമുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. സമാധാനം നമ്മുടെ ഹൃദയത്തിൽ തരാനായിരുന്നു. ഭൂമിയിലെ സമാധാനം അല്ല, ഒരു വാള്, കർത്താവിന്റെ വചനമാകുന്ന വാള് ആണ് കർത്താവ് തരുന്നത്. ആ വാള് നമ്മളുടെ ജഡത്തെ ചീന്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും പറയുകയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. അപ്പൊ ഞാനിപ്പോ ആദ്യം പറഞ്ഞ എന്താ, നമ്മൾ പക്വതയോളം വളരണം, ഈശ്വര പക്വതയോളം വളരണം. എന്നാൽ കർത്താവ് മത്തായി 18:3-4 വാക്യങ്ങളിൽ എന്താ പറയുന്നത്? നിങ്ങളൊരു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. റെഫറൻസ് അങ്ങ് ഞാൻ ആ വാക്യത്തിലോട്ട് അങ്ങ് പോകാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ റെഫറൻസ് അങ്ങ് പറയുക. മത്തായി 18:3-4 വാക്യങ്ങളിൽ അത് പറയുന്നത്, ഒരു കുഞ്ഞിനെ അവരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ ശിശുവിനെ പോലെ തിരിഞ്ഞ് മനം തിരിഞ്ഞാവുന്നില്ല. അപ്പം നമ്മുടെ ഇവിടെ നമ്മൾ ശിശുവിനെ പോലെ ആവണ്ടേ? ആത്മാവിന് നമ്മൾ പക്വതയോടെ വളരണം. എന്നാൽ നമ്മളുടെ ഒരു ഇച്ഛാശക്തി ഉണ്ട്, നമ്മുടെ ദേഹിയില് നമ്മുടെ വിൽ പവർ ഉണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. അവിടെ ഒരു കുഞ്ഞിനെ പോലെ നമ്മള് ആത്മീയമായിട്ട് കൂടുതലായിട്ട് മെച്ചുവർ ആവും തോറും, പക്വത പ്രാപിക്കും തോറും നമ്മളുടെ ആ ഇച്ഛാശക്തിയില്, നമ്മളുടെ വിൽ പവറിൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ ഒരു ആശ്രയബോധത്തിലേക്ക് അധികമായിട്ട് മാറും. അതതിൻ്റെ ഒരു വിരോധാഭാസം. നമ്മൾ ആത്മീയമായിട്ട് പക്വത പ്രാപിക്കും തോറും നമ്മളൊരു ശിശുവിനെ പോലെ കർത്താവിനോട് ഇങ്ങനെ പറ്റിച്ചേർന്ന്, ഈ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ അമ്മയെ ഇങ്ങനെ പറ്റിച്ചേർന്ന് ഇങ്ങനെ സാരിത്തുമ്പോ ഇങ്ങനെ അങ്ങനെ ഇറുകെ പിടിക്കും അല്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരെന്നെ അച്ഛനെ അമ്മയെ ഇങ്ങനെ ഇറുകെ പിടിക്കും എന്ന് പറയുന്നത് വരെ നമ്മൾ ആത്മീയമായിട്ട് പക്വത പ്രാപിക്കുന്നതോറും നമ്മൾ അതുപോലെ ഒരു നമ്മളുടെ ഇച്ഛാശക്തിയുടെ തലത്തില്, വിൽപ്പവറിന്റെ തലത്തിൽ നമ്മളൊരു ശിശുവായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ആത്മീയമായിട്ട് പക്വത ഇല്ലാത്ത ആൾക്കാർ എനിക്കെല്ലാം അറിയാം എന്നുള്ള നിലയിൽ വലിയ കാര്യത്തിൽ നെഞ്ചും പിരിച്ചു ചെന്ന് പല അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുന്ന. ആത്മീയമായിട്ട് പക്വത കൂടുന്തോറും നമ്മള് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്കിപ്പോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, കുറച്ച് നാൾ മുമ്പ് എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. മനസ്സിലായി, കൂടുതൽ അടുത്ത് വരുന്നതോറും ഞാനാണ് പാപികളിൽ പ്രധാനി. ആദ്യം പൗലോസ് പറഞ്ഞു, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്, 1 Corinthians
9-10 വാക്യങ്ങൾ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. എഫേസ്യർ 3-ന്റെ 8-ാമത്തെ വാക്യം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പൗലോസിന് മനസ്സിലായി ഞാൻ വിശുദ്ധന്മാരിൽ മാത്രമല്ല, ഞാൻ ഈ ലോകത്തെ എല്ലാ പാപികളിലും വെച്ച് ഞാൻ ഏറ്റവും വലിയ പാപി. 1 തിമോഥെയോസ് 1:15 സാങ്ക്ലിയർ നമ്മൾ പലപ്പോഴും വോയിസ് റെഫറൻസസ് കേട്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വന്നു വെറുതെ. 15-9-10, പിന്നെ എഫേസ്യർ 3:8, 1 തിമോഥെയോസ് 1:15. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് ആത്മീയമായിട്ട് പക്വത പ്രാപിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ബലഹീനനായിട്ട് വരിക. എവിടെ ബലഹീനനാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇച്ഛാശക്തിയിൽ, നമ്മുടെ വിൽ പവറിൽ, നമ്മുടെ ഡിസിഷൻ കപ്പാസിറ്റി. അതായത് എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല, ആ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക്. അതാ പിതാവ്, അതാ യേശു യോഹന്നാൻ 5:19 പറയുന്നത്, 19-20 വാക്യങ്ങൾ നമ്മളിപ്പോഴും പറയാറുണ്ട്. പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. പപ്പ എന്താ പറയുന്നത് അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പപ്പ എങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നു അതുപോലെ ഞാനൊന്ന് ചെയ്യും, എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. പപ്പ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ട് മുമ്പ് യോഹന്നാൻ 5:17 വാക്യത്തില് കർത്താവ് അവിടെ അതാ പറയുന്നത്, ഫാദർ ഇസ് വർക്കിംഗ് ആൻഡ് ഐ ആം വർക്കിംഗ്. പിതാവ് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു എന്നവിടെ യോഹന്നാൻ 5-ന്റെ, ഞാനത് വേഴ്സങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളത് എഴുതിയെടുക്കണം. കുഞ്ഞുങ്ങൾ എസ്പെഷ്യലി, ചെറുപ്പക്കാർ എസ്പെഷ്യലി. യോഹന്നാൻ 5:17 വാക്യത്തിൽ ഫാദർ ഇസ് വർക്കിംഗ് ആൻഡ് ഐ ആം വർക്കിംഗ്. അപ്പൊ ഞാൻ ഈ റോമർ 8:15 നിന്ന് മാറി ഞാൻ എല്ലാ വേഴ്സും കൂടെ എടുക്കാൻ തുടങ്ങിയത് ഈ റോമർ 8:15 പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ആ വേഴ്സ് റെഫറൻസസ് അങ്ങ് പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ ഇവർ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മള് ആത്മീയമായിട്ട് വളരും തോറും നമ്മള് കൂടുതൽ നമ്മുടെ ഇച്ഛാശക്തിയിൽ, ഇച്ഛാശക്തി എന്നൊക്കെ നമ്മൾ വിൽ പവറിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ വില്ലെന്നും വിൽ പവർ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഇച്ഛാശക്തി, ആ ഒരു സുവർണ്ണ അൽത്താരയെ കുറിക്കുന്ന ഒരു സുവർണ്ണ അൽത്താര വിൽ പവറിനെ കുറിക്കുന്ന കാര്യമാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. ഗോൾഡൻ ഓൾട്ടർ ഉണ്ട്, അത് തിരശ്ശീലയോട് ചേർത്ത് വെക്കണമെന്നൊക്കെ പുറപ്പാട് 30-6 വാക്യത്തിലൊക്കെ, 30-6 വാക്യമാണ്, 29-6 വാക്യമാണ് ഞാൻ എല്ലാവർക്കും, കുഞ്ഞു പിള്ളേർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കൂടെ എന്നെ തന്നെ ഓർപ്പിക്കാറുണ്ട്. അതെ, 30-6 വാക്യം ഞാൻ ഇത്രേ പറഞ്ഞു വന്നുള്ളൂ. 30-6 വാക്യത്തില് ആ സുവർണ്ണ അൾത്താര അത് തിരശ്ശീലയുടെ മുമ്പിൽ വെക്കണമെന്ന് പറയുന്നു. പുറപ്പാട് 30-6. നമ്മൾ അതിലേക്കൊന്നും പോകാൻ ഇപ്പൊ സമയമില്ല, ഞാൻ അതൊക്കെ ഒന്ന് റെഫറൻസ് എഴുതിയിടാം. അപ്പിറ്റൈസർ ആയിട്ട് തരുവാണ്. കൂടുതൽ വിശപ്പുള്ളവർക്ക് അതൊക്കെ ചെന്ന് നോക്കണം. എല്ലാവർക്കും വിശപ്പുണ്ടെന്നാണ് എന്റെ വിചാരം. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മള് ആ സുവർണ്ണ അൾത്താര, തിരശ്ശീലയ്ക്ക് മുമ്പായിട്ട് വെക്കുന്ന സുവർണ്ണ അൾത്താര നമ്മുടെ വിൽ പവർ. അവിടെ നമ്മളൊരു കൊച്ചുകുഞ്ഞിനെ പോലെ ഓരോ സമയത്തും സ്വന്തമായിട്ട് എനിക്ക് പിതാവിനെ പറ്റി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. യേശു അതാ പറഞ്ഞു, എന്നെ പറ്റി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. എവിടാ പറഞ്ഞേ? യോഹന്നാൻ 15-5 വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. അപ്പൊ അതാണ് ഒരു ശിശുവിന്റെ അവസ്ഥ. അപ്പൊ അത് ആ തിരിച്ചറിവിലേക്ക് വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ പക്വത. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് അഭാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൊച്ചു കുഞ്ഞ് ആ ഒരു പിതാവിന്റെ മാർഗോട് ചാരിയിരിക്കുന്ന ആ ഒരു സ്വസ്ഥത, ആ ഒരു ഭദ്രത. അബ്ബ പിതാവേ, അബ്ബ എന്നുള്ളത് യഥാർത്ഥത്തിൽ അതൊരു അരാമ്യ വാക്കാണ്. എന്ന് പറഞ്ഞാല് പഴയ നിയമം ഏത് ഭാഷയിലാണ് ഒറിജിനലി എഴുതപ്പെട്ടത്? എബ്രായ ഭാഷയില്, ഹീബ്രു ലാംഗ്വേജില്. പുതിയ നിയമം ഒറിജിനലി എഴുതപ്പെട്ടത് ഏത് ലാംഗ്വേജിലാണ്? ഗ്രീക്ക് ഭാഷയില്. എന്നാൽ കർത്താവ് കോമൺ ആയിട്ട് അന്നത്തെ യഹൂദന്മാര് പറഞ്ഞിരുന്ന ഭാഷ അരാമ്യ ഭാഷയായിരുന്നു അന്ന്. അവിടെ കർത്താവിന്റെ ആ 1-ാം നൂറ്റാണ്ടില് അരാമ്യ ഭാഷയില് പിതാവിനെ വിളിക്കുന്ന ഒരു ഇന്റിമേറ്റ് ടേം ആണ് അബ്ബ എന്ന് പറഞ്ഞാല്. നമ്മുടെ സാങ്ക്ലിയറിൽ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ പപ്പ, ഡാഡി, ഇപ്പൊ നമ്മൾ ചെന്ന് നമ്മുടെ അപ്പച്ചനെ ചെന്ന് പിതാവി എന്ന് വിളിച്ച എന്ത് പറ്റും മോനെ, എന്നോട് വഴക്കാണോ എന്ന് പിതാവ് ചോദിക്കൂലേ? നമുക്ക് അപ്പച്ചി എന്നായിരിക്കും വിളിക്കുന്നല്ലേ, അല്ലെങ്കിൽ ചാച്ച, ഡാഡി, പപ്പ, ഡാഡ് എന്നൊക്കെ നമ്മൾ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന ആ ഒരു വാക്ക്, അതാണ് അരാമ്യ ഭാഷയിലെ ആ വാക്കാണ് അബ്ബ എന്ന് പറയുന്നത്. അബ് എന്ന് പറയുന്ന ആ വാക്കിന് തന്നെ ഗ്രീക്കില് പിതാവ് എന്നുള്ളത് അല്ല, എബ്രായ ഭാഷയില് എ ബി എന്നുള്ള വാക്കിന് തന്നെ, ആബ് എന്നുള്ള ആ ഒരു വാക്കിന് തന്നെ പിതാവ് എന്നൊരു അർത്ഥമുണ്ട്. അബ്ബ എന്നുള്ളത് അരാമ്യ ഭാഷയിൽ അബ്ബ പിതാവ്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ അബ്ബ പിതാവ് എന്നുള്ള ആ ഒരു പ്രയോഗം 3 തവണ പുതിയ നിയമത്തിലുണ്ട്. അത് 3 തവണ പറയുമ്പോഴും അബ്ബ എന്നുള്ളതിനോട് ചേർന്ന് ഗ്രീക്കിലെ പേറ്റർ അല്ലെങ്കിൽ പിതാവ്, എല്ലാ ഭാഷയും
ഒരു ഭാഷ കലക്കിയിട്ട് എല്ലാ ഭാഷയും വന്നിട്ടുള്ളത് കൊണ്ട് പിതാവ്, പേറ്റ് എന്നുള്ളതെല്ലാം പിതാ, ഹിന്ദിയിലാകുമ്പോൾ പിതാ, മലയാളത്തിൽ പിതാവ്, ഫാദർ, എല്ലാം ഒരു സിമിലർ ആയിട്ടുള്ള വാക്കുകളൊക്കെയാണ്. അപ്പം എല്ലാം അവിടെ ബാബൽ ഗോപുരത്തിനടുത്ത് നിന്ന് എല്ലാ ഭാഷയും കലക്കിയിട്ടുള്ളത് കൊണ്ട് എല്ലാം ഏകദേശം സിമിലർ ആയിട്ടുള്ള പല വേർഡിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അബ, പേറ്റ്, ഹോ പേറ്റ്, പേറ്റ് എന്നുള്ള ആ ഗ്രീക്ക് വാക്കും കൂടെ ചേർത്ത് അബ, ഫാദർ എന്നും കൂടെ ചേർത്ത ഓരോ പ്രാവശ്യവും ഈ മൂന്ന് തവണ ഞാൻ ആ വേഴ്സ് റെഫറൻസ് ഇപ്പൊ ഒന്ന് പറഞ്ഞേക്കാം. മർക്കോസ് 14:36 പറയുന്നുണ്ട്, റോമർ 8:15 പറയുന്നുണ്ട്, മർക്കോസ് 14:36 നമുക്ക് അതിലേക്കൊക്കെ പോകാം സമയം പോലെ. പിന്നെ ഗലാത്തർ 4:6 വാക്യത്തിൽ അബ്ബാപിതാവ്, ഈ 3 തവണ പുതിയ നിയമത്തിൽ അബ്ബാപിതാവ്, അബ്ബാപിതാവ്. അബ്ബ എന്നുള്ള വാക്ക് പറയുന്നിടത്തോളം ശരിക്കും പറഞ്ഞാൽ അതൊരു അരാമ്യ വാക്കാണ്. പക്ഷെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ പപ്പ എന്നോ ഡാഡി എന്നോ അപ്പച്ച എന്നോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണമായിരുന്നു. അച്ഛ 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 പലരും പല രീതിയിലാണ് അച്ചാച്ചെന്നോ അച്ചാന്നും അപ്പച്ചാന്നും ഡാഡിന്നും പപ്പയെന്നും ഒക്കെ വിളിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇന്റിമേറ്റ് വാക്കാണ് യഥാർത്ഥത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഗ്രീക്കിലെ ആ പാറ്റേൺ എന്നുള്ള ഒഫീഷ്യൽ ഒരു പദവും കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ അത് പറയുന്നത് വെച്ചാൽ അവര് ഈ അബ്ബ എന്ന് പറയുന്ന ആ വാക്ക് പറയുന്നതോടൊപ്പം തന്നെ ഈ ഒരു വാക്ക് കൂടെ ചേർത്ത്, അതായത് സ്ട്രോങ്സ് ഡിക്ഷണറിയിലെ അബ്ബാ ഫാദറിനെ കുറിച്ച് പറയുമ്പോൾ whenever it occurs in the New Testament, it has the Greek interpretation joined to it. എന്ന് പറഞ്ഞാൽ ഈ അബ്ബ എന്ന് പറഞ്ഞതിന്റെ കൂടെ ദ ഫാദർ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്, ഗ്രീക്ക് ഇന്റർപ്രിട്ടേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് apparently to be explained by the fact that അബ്ബ ത്രൂ ഫ്രീക്വന്റ് യൂസ് ഇൻ പ്രയർ, അവര് പ്രാർത്ഥനയിൽ അബ്ബ എന്ന് സാധാരണമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഗ്രാജുവലി അക്വയർഡ് ദ നേച്ചർ ഓഫ് എ മോസ്റ്റ് സേക്രഡ് പ്രോപ്പർ നെയിം ടു വിച്ച് ദ ഗ്രീക്ക് സ്പീക്കിംഗ് ജ്യൂസ് ആഡഡ് ദ നെയിം ഫ്രം ദെയർ ഓൺ ടങ്. അപ്പം ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാര് പ്രാർത്ഥിക്കുമ്പോൾ അബ്ബ എന്ന് പറയുന്നതിനോട് ചേർന്ന് അവര് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അബ്ബാനെ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ആ ഗ്രീക്കിലെ പിതാവ് എന്നുള്ള വാക്കുകൂടെ അതിനോട് ചേർന്ന് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ, ഗ്രീക്ക് ഹീബ്രു ഡിക്ഷണറിയിൽ ആ കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് സ്വർഗത്തിലേക്ക് നോക്കി അപ്പ, അപ്പച്ച, ഡാഡി, പപ്പ എന്ന് വിളിച്ച് പിതാവിനോട് സംസാരിക്കാറുണ്ട്. നമ്മള് യേശുവിനോട് സംസാരിക്കണം, പരിശുദ്ധാത്മാവിനോട് നമുക്ക് സംസാരിക്കാം. എന്നാൽ പിതാവിനോട് അതുപോലുള്ള ഒരു കൊച്ചു വർത്തമാനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡാഡ് ഐ ആം ഹിയർ, ഐ ആം അവേക്ക്, താങ്ക് യു, പിതാവേ ജീവനോടെ ആയിരിക്കുന്നു. എത്രയോ പേർ എന്നെക്കാട്ടിലെ ആരോഗ്യവും എന്നെക്കാട്ടിലെ സ്വാധീനവും എന്നെക്കാട്ടിൽ പ്രായക്കുറവായിട്ടുള്ളവർ എത്രയോ പേര് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ പറയാന് ചിലർക്ക് ഉറക്കത്തിൽ തന്നെ ഹൃദയാഘാതം വരുന്നു, ചിലർക്ക് സ്ട്രോക്ക് കാരണം പിന്നെ വാ തുറക്കാൻ ഒക്കുന്നില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഒരു വശം തളർന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, ആയുസ് തന്നിട്ടുണ്ടല്ലോ. പിതാവേ നന്ദി, പപ്പ താങ്ക് യു ഫാദർ. ഇന്ന് നമ്മള് ആ പിതാവിനെ നോക്കി സംസാരിക്കാറുണ്ടോ? നമ്മള് ശരിയാണ്, നമ്മള് കർത്താവിന്റെ പബ്ലിക് പ്രേയേഴ്സിന് കർത്താവ് ഇപ്പൊ നമ്മൾ യോഹന്നാൻ 17 നോക്കുമ്പോൾ ഫാദർ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ ആ പ്രൈവറ്റ് പ്രേയർ മർക്കോസ്, പത്രോസിന്റെ ശിഷ്യനായിട്ടുള്ള മർക്കോസ് ഞാൻ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ റോമറിലേക്ക് തിരിച്ചു വരാം. കർത്താവിന്റെ പേഴ്സണൽ പ്രേയറില് നമ്മളും പബ്ലിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സർവീസിനായി നിറഞ്ഞ പിതാവി, സർവീസിനായി പിതാവി, തന്നെ നിറഞ്ഞ പിതാവിനെ നാം പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ ആ കർത്താവിന്റെ പേഴ്സണൽ പ്രേയർ റെക്കോർഡ് ചെയ്യുമ്പോൾ മർക്കോസ്, നമ്മളിവിടെ റോമർ 8 നമുക്ക് തിരിച്ചു വരാം. മർക്കോസ് ആരായിരുന്നു? പത്രോസിന്റെ ഒരു ശിഷ്യനായിരുന്നു മർക്കോസ്. അപ്പൊ പത്രോസ് ഗത്സമന തോട്ടത്തിലൊക്കെ കർത്താവിന്റെ ഏറ്റവും ചേർന്ന് നിന്ന ആളാ പത്രോസ്. അപ്പം പത്രോസ് ഈ കാര്യങ്ങളൊക്കെ മർക്കോസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവില് മർക്കോസ് പരിശുദ്ധാത്മാവ് ഒപ്പിക്കുമ്പോൾ എഴുതുമ്പോൾ മർക്കോസ് 14:36 ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതില്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ. മലയാളത്തിൽ 35 വാക്യത്തില് അല്ലെ, ഇംഗ്ലീഷിൽ 36 ഞാൻ 36 എന്നങ്ങ് പറഞ്ഞു പോയി. ഇംഗ്ലീഷിൽ 36, മലയാളത്തില് 35 വാക്യമാണ്. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് എല്ലാവർക്കും കിട്ടിയോ? അതായത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മലയാളത്തിൽ 36 എന്റെ ബൈബിൾ പക്ഷെ 35 കിടക്കുന്നത്. അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും. എനിക്കൊന്ന് ആ സത്യവേദ പുസ്തകത്തിൽ ചില 35 അതിനകത്ത് എനിക്കൊന്ന് ഓരോ
എനിക്കൊന്നും ചില ബൈബിളിൽ ഇപ്പം 35 എന്തായാലും 35-36 ചില സത്യവേദ പുസ്തകത്തില് ആ വേഴ്സ് ഡിവിഷൻ ചിലപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും. എന്റെ ഇവിടെയുള്ള ബൈലിംഗൽ ബൈബിളില് 35 മലയാളത്തിൽ കാണിക്കുന്നത്, ഏതായാലും 35-36. അപ്പം അപ്പം ക്വിക്ക് ആയിട്ട് വേഴ്സ് എടുക്കുന്ന ഒരു ഗെയിം ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ യൂത്തിനൊക്കെ തരാൻ പോവാണ്. അവിടെ യൂത്ത് ക്യാമ്പിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ജിനേഷിനോട് ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് സമയം കിടന്ന് അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് വേഴ്സ് എടുക്കുന്നത് ഒരു വേഴ്സ് റെഫറൻസ് പറയുമ്പോൾ പെട്ടെന്ന് ആരോ എടുത്ത് വായിക്കുന്നേ. പെട്ടെന്ന് നമ്മുടെ ഫെമിലിയർ വിത്ത് യുവർ ബൈബിൾ, പെട്ടെന്ന് വേഴ്സ് റെഫറൻസ് എടുക്കാനും പെട്ടെന്ന് വേഴ്സ് റെഫറൻസ് എടുത്ത് വായിക്കാനും ഒക്കെ അവർ പെട്ടെന്ന് ആ വേഴ്സ് നിങ്ങൾ എല്ലാവരും എടുത്തു. അപ്പൊ മലയാളത്തിൽ ഞാൻ വായിക്കുക, മർക്കോസ് 14:35, പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങി പോകണം എന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും. അബ്ബാ പിതാവേ, അവിടെ അവർ കർത്താവിന്റെ പേഴ്സണൽ പ്രൈവറ്റ് പ്രയറിൽ യേശു എങ്ങനെയാ പിതാവിനെ അഭിസംബോധന ചെയ്യുന്നത്? അബ്ബാ, അപ്പച്ച, ഡാഡി, പപ്പ. അത് എങ്ങനെ നമുക്ക് ഇന്ന് മുതൽ അപ്പച്ച എന്ന് വിളിച്ചോണം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കമാൻഡ്മെന്റ് ആയിട്ട് എടുത്ത് ഇനിയിപ്പോ അപ്പച്ച എന്ന് വിളിക്കത്തുള്ളൂ എന്നുള്ളൊരു അതൊരു കൽപ്പനയായിട്ട് എടുത്ത് ഇതൊരു നമ്മൾ അതൊരു കൽപ്പനയായിട്ട് ഭാരമായിട്ട് ഇനിയിപ്പോ അറിയാതെ കണ്ട വന്നാല് തിരിച്ച് നമ്മൾ അപ്പച്ച എന്ന് വിളിക്കണം. അങ്ങനെ ഒരു കൽപ്പനയോ അങ്ങനെയൊന്നും അല്ല, മറിച്ച് ഇത് ആരാ നമുക്ക് ഈ പുത്രസ്വീകാരത്തിനകത്ത് നമുക്ക് തിരിച്ച് അത് റോമർ 8 നമ്മൾ റോമർ 8 കുഴിച്ച് തീർന്നില്ല. ഇങ്ങനെ ഈ എന്താ ഓയിൽ റിഗിലൊക്കെ ഒരു ആഴത്തിൽ കുഴിക്കൂല. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയത്തില്ല. ഈ റിഗിലൊക്കെ വർക്ക് ചെയ്യുന്ന അബുദാബിയിലൊക്കെ നമ്മൾ സാറിനോട് ചോദിച്ചറിയാം. ഇങ്ങനെ എണ്ണപ്പാടങ്ങളൊക്കെ ഇങ്ങനെ കുഴിച്ച് എണ്ണയൊക്കെ ശേഖരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മള് ആഴത്തിൽ കുഴിച്ച് ഇതിനകത്ത് ഇനി ഒത്തിരി കുഴിച്ചെടുക്കാനുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ തിരിച്ച് റോമർ 8:15 വരുമ്പോൾ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. ഇന്ന് ആ ഒരു ഭയം, ഭീരുത്വം, എസ്പെഷ്യലി നമ്മുടെ ചെറുപ്പക്കാർക്ക്, അയ്യോ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അയ്യോ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, എനിക്ക് വാക്ക് കിട്ടാതെ വരുമോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും എന്നെ കളിയാക്കുവോ, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ സിനിമയ്ക്ക് വരുന്നില്ലെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചില അശ്ലീല തമാശകളൊക്കെ അവർ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നില്ലെങ്കിൽ അവരുടെ കൂടെ ഒന്ന് ചിരിക്കും, അവരുടെ കൂട്ടത്തിൽ അങ്ങ് പോയില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ ഒറ്റപ്പെടുത്തുവോ, അങ്ങനെ ഒരു ഭയത്തിന്റെ ഒരു ബാക്കി പിയർ പ്രഷർ. ഇതൊന്നും നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, നീ ആണാണെങ്കിൽ ഇതൊന്ന് ഉപയോഗിക്കേ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കളോ അതുപോലൊക്കെ എന്തെങ്കിലും ഈ ബുക്ക് വായിക്കുക, അത് നമുക്ക് ആ സൈറ്റിൽ പോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ നീ ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിലെ ഫാഷനാണോ, നിന്റെ ചുരിദാർ ഇങ്ങനെയാണോ, അല്ല നിന്റെ ബാക്കി ഫാഷൻ വളരെ എക്സ്പോസിങ് ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ്സസ് ഒക്കെ ധരിക്കണം, ഇങ്ങനെയൊക്കെയാണോ പണ്ടത്തെ എന്തോ ഇതുപോലെ അമ്മച്ചിമാരുടെ കൂട്ടാണോ നീ വേഷം ധരിക്കുന്നേ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ശരീരാകൃതിയെ എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ടൈറ്റ് ഫിറ്റിംഗ് എക്സ്പോസിങ് ഡ്രസ്സസ്, ഇറുകെ പിടിച്ച് എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന എന്ന് ഞങ്ങളുടെയൊക്കെ കൂട്ട് നീ ഒന്ന് അടിച്ചു പൊളിച്ച് അതൊക്കെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഒരു ഭയപ്പെടുന്ന ഒരു ഭീരുത്വത്തിന്റെ, ദാസ്യത്തിന്റെ, അയ്യോ ഞാൻ അവരെന്ത് പറയുമോ, അവരെന്നെ കളിയാക്കുക, അവരെന്നെ ഒറ്റപ്പെടുത്തുക, അവരെന്നെ എന്ന് വിചാരിച്ച് അങ്ങ് നമ്മളൊന്ന് ചുരുങ്ങി ഇല്ലാതായി ആ ഒരു പ്രഷർ, പിയർ പ്രഷർ, ആ ഒരു കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് കൂട്ടുന്ന രീതിയിൽ അവരെല്ലാം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനും അങ്ങ് ഒറ്റപ്പെട്ടു പോകത്തില്ലേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ ആ സ്വർഗത്തിൽ എനിക്കൊരു പപ്പ ഉണ്ട് എന്നുള്ള ആ ഒരു ഭദ്രത നമുക്ക് വേണ്ടുവണ്ണം നമുക്ക് ആ കാര്യം അറിയാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും മനുഷ്യരോ നമ്മുടെ അവിശ്വാസികളായിട്ടുള്ള ബന്ധുക്കളുടെ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നു. അയ്യോ അവരെന്ത് വിചാരിക്കും, ഞാന് ഇങ്ങനെ ചെയ്ത അവരെന്ത് പറയും, ഇവരെന്ത് പറയും. അപ്പൊ അതാ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ സ്പിരിറ്റ് ഓഫ് സ്ലേവറി, അടിമത്വത്തിന്റെ ദാസ്യം അല്ലെങ്കിൽ അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം അപ്പാ പിതാവേ, അപ്പച്ചാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചത്. പുത്രത്വം, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ as sons by which we cry out Abba Father എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ ആ ഒരു അന്ന് യഹൂദന്മാരുടെ ഇടയിൽ അഡോപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നമ്മൾ അഡോപ്ഷൻ, ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ എന്തോ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തൊരു കുഞ്ഞിനെ ചെന്ന് അനാഥാലയത്തിലൊക്കെ ചെന്ന് ദത്തെടുക്കുന്നതിനാണ് നമ്മൾ അഡോപ്ഷൻ സാധാരണ ഇന്ന് ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ അഡോപ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ
നമ്മുടെ വീട്ടിൽ തന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങള് അവരൊരു അറിയാറാവുന്ന പ്രായമാകുമ്പോൾ ഇനി കുഞ്ഞല്ല, ഇവൻ എന്റെ പുത്രനാണ്, പുത്രിയാണ് എന്ന് അവരുടെ ഒരു പ്രായമാകുന്ന സമയത്ത്, അവരുടെ ഒരു അറിവും പക്വതയൊക്കെ പ്രാപിക്കുന്ന സമയത്ത്, പക്വതയൊക്കെ പ്രാപിക്കുന്ന സമയത്തുള്ള ആ ഒരു വാക്കിനെയാണ് അഡോപ്ഷൻ എന്നുള്ള വാക്ക്, ദത്തെടുക്കുക എന്നുള്ള ഒരു വാക്ക് അവിടെ. അതാ നമ്മളവിടെ 15-ാമത്തെ വാക്യം, റോമർ 8:15 പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രയും പ്രാപിച്ചത് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ അസൺസ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. അത് ആരാ പുത്രത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആരാ? അത് പരിശുദ്ധാത്മാവാ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വരുമ്പോൾ നമ്മള് ദൈവത്തിന്റെ കെടാത്ത ബീജമാകുന്ന വചനം നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് നാം ഒരു കുഞ്ഞായിട്ട്, ഒരു ആത്മീയ ശിശുവായിട്ട് ജനിക്കുമ്പോൾ ആ പിതാവിനെ അപ്പാ, അപ്പച്ച എന്ന് വിളിക്കുന്ന അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട്. ഇപ്പം നമ്മുടെ സാങ്ക്ബേറിനൊക്കെ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് എങ്ങോ ദൂരത്തെ ഒരു പിതാവുണ്ട്, ഏതോ ഗൾഫിലോ റഷ്യയിലോ ഉഗാണ്ടയിലോ ഒരു പിതാവുണ്ട്. പിതാവ് നമുക്ക് ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ അയച്ചു തരുന്നു. പിതാവിനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. കുറച്ച് കത്തൊക്കെ വരുന്നുണ്ട്, കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്ന പിതാവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ പിതാവുണ്ട്? ഉണ്ട്, പിതാവുണ്ട്. എവിടെ? ആ പിതാവ് എവിടെങ്ങാണ്ട് ഉണ്ട്, അവിടെ ഏതോ ഒരു അന്റാർട്ടിക്കയിലോ ഉഗാണ്ടയിലോ കണ്ട ഒരു പിതാവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, കേട്ടിട്ടൊന്നുമില്ല. എന്തൊക്കെയോ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് പിറന്നാളാകുമ്പോഴത്തേക്കും ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുതരും. എന്തൊക്കെയോ ഇങ്ങനെ കൊറിയറായിട്ട് വരും ഗിഫ്റ്റുകള്, കുറച്ച് ചോക്ലേറ്റ് മിഠായി ഒക്കെ കൊണ്ടുതരും. പിതാവ് സ്നേഹിക്കുന്ന പിതാവാ. പക്ഷെ ആ പിതാവിന്റെ ഒരു ഹഗ് ഓഫ് എ ഹെവൻലി ഫാദർ, ഒരു കെട്ടിപ്പിടുന്ന ഒരു പിതാവ് നമ്മളെ ചേർത്തണച്ച് പിടിക്കുമ്പോൾ ഒരു ആശ്വാസം, ആ ഒരു ഭദ്രത, അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ സ്വർഗത്തിൽ എവിടെ പിതാവ് ഇരിപ്പുണ്ട്, ഇനി എന്തെങ്കിലും ചെല്ലുമ്പോൾ പിതാവിനെ കാണുമായിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അത് ഇന്ന് ആ പിതാവിന്റെ ഒരു കെട്ടിപ്പിടുത്തം, ആ ഒരു പിതാവിന്റെ മാർവിലെ ചൂട്, പിതാവിന്റെ മാർവിന്റെ ആ ഒരു ഊഷ്മളത, അത് നമുക്ക് അറിയിച്ചു തരുന്ന ആരാന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവ്. അതാ നമ്മളിവിടെ വായിച്ച് ദാസത്തിന്റെ ആത്മാവിനെയല്ല, പരിശുദ്ധാത്മ ദാസത്തിന്റെ ആത്മാവിലെന്ന അബ്ബാ പിതാവിനെ വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എത്ര, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ സൺസ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തില് 16-ാമത്തെ വാക്യം, എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട്. എവിടെ? റോമർ 8 കറന്റ് ലൊക്കേഷൻ, റോമർ 8:16 വാക്യം, വേഴ്സ് 16. എന്താ? ദൈവത്തിന്റെ മക്കൾ ഇന്ന് ആത്മാവ് താനും നമ്മളുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. നീ യേശുവിനെ പറഞ്ഞ് സ്വീകരിച്ചോ? പറഞ്ഞ് സ്വീകരിച്ചോ? അപ്പൊ നീ ദൈവത്തിന്റെ മക്കളാ. ഇനിയിപ്പോ ആര് ചോദിച്ചാല് രക്ഷിക്കപ്പെടുവെച്ചാൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയണം. ദൈവം പിതാവാണെന്ന് വെച്ചാൽ പിതാവെന്ന് പറയണം. ഇതെങ്ങനെ ആരാണ്ട് ഈ പട്ടിക പഠിപ്പിച്ചു തന്നതുപോലെ ഇങ്ങനെ ചിലപ്പോൾ ചില ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ ഇങ്ങനെ നീ ഇതൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു, ഇനിയിപ്പോ നീ ആരെങ്കിലും ചോദിച്ചാൽ രക്ഷപ്പെട്ടു ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നത് രക്ഷപ്പെട്ടു എന്ന് പറയണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല. നീ രക്ഷപ്പെടുന്ന് പറയണം, നീ സ്ഥാനപ്പെടാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ സ്ഥാനപ്പെടാൻ തയ്യാറാണെന്ന് പറയണം. ഇങ്ങനെ ഒരു ബാഹ്യമായ ഒരു സമ്മർദ്ദം വെച്ച് നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഇനിയിപ്പോ രക്ഷപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം ഒറ്റപ്പെട്ടു പോകില്ല, അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു കളയാം എന്നുള്ളതല്ല. മറിച്ച് ആ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോടൊരു സാക്ഷ്യം പറയും. നമ്മുടെ ഒരു ഇന്നർ വിറ്റ്നസ്, നമ്മളുടെ ഒരു അകമയോടൊരു സാക്ഷ്യം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ എനിക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട് എന്നുള്ളൊരു ആ സ്വർഗത്തിലൊരു പിതാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തില് ഈ പിതാവിനെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അത് യോഹന്നാൻ 16 ആ വാക്യത്തിലേക്ക് നമുക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ആ ഗലാത്യരിലെ ആ വാക്യം കൂടെ വായിക്കട്ടെ. ഞാൻ മർക്കോസ് 14:35-36 നമ്മൾ കണ്ടു. ഈ അബ്ബാ പിതാവ് എന്നുള്ള വാക്യം നമ്മൾ ഗലാത്യർ 4-ാം അധ്യായത്തിലാണ് കാണുന്നത്. ഗലാത്യർ 4:6 വാക്യം, അവിടെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ, അതാ സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ, സ്വന്തം പുത്രന്റെ ആത്മാവിനെ, യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കിട്ടിയോ? ഗലാത്യർ 4:6 വാക്യം. നമ്മള് വേഴ്സ് റെഫറൻസ് പറയുമ്പോൾ പെട്ടെന്ന് ആദ്യം നമ്മുടെ നോട്ട്ബുക്കിലെ വേഴ്സ് റെഫറൻസ് എഴുതിയിടുന്നു. പെട്ടെന്ന് തന്നെ നമ്മള് ഈരടുത്ത് നോക്കാൻ പോകുന്നു. ചിലപ്പോൾ നമ്മൾ എഴുതിയിടുന്നതിന് മുമ്പ് നോക്കാൻ പോയാൽ ചിലപ്പോൾ നമ്മൾ നോക്കി വരുമ്പോഴത്തേക്ക് ഏത് വാക്യമാണെന്ന് ചിലപ്പോൾ മറന്നു. അതുകൊണ്ട് ആദ്യം എഴുതിയിട്ട് പിന്നെ നോക്കാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ അഥവാ മറന്നു പോയെന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. അതെല്ലാം നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഒരേ ജലത്തിലുള്ളവരാണല്ലേ. അപ്പം ഗലാത്യർ 4:6 വാക്യത്തില് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും കണ്ടോ? കുഞ്ഞിപ്പിള്ളേരെ ആദ്യം കാണണ്ടേ?
കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള വാക്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. അപ്പം അബ്ബാ പിതാവേ, നിങ്ങൾ മക്കളാകുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് ഹൃദയങ്ങളിൽ അയച്ചു. ഗോഡ് ഹാസ് സെൻഡ് ഫോർത്ത് ദ സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ ഇൻടു അവർ ഹാർട്ട്സ്. നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ സ്വന്തം പുത്രന്റെ ആത്മാവിനെ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല. 7-ാമത്തെ വാക്യം, ഗലാത്യർ 4:7. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകുന്നു. അനാഥനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ എന്നൊക്കെ വേണ്ട പാട്ടിലൊക്കെ പാടുന്നത് പോലെ നമ്മള് അനാഥനല്ല, ഞാൻ നിങ്ങളെ അനാഥനായിട്ട് കൈവിടുകയില്ല എന്ന് കർത്താവ് തന്നെ പറയുന്ന. നമുക്കിനിപ്പോ യോഹനനിലേക്ക് അങ്ങ് വരാമല്ലോ. യോഹനൻ 14:18 വാക്യം, 16-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പേ ഞാൻ നിങ്ങളെ അനാഥനായി കൈവിടുകയില്ല. കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു പിതാവിനെ പോലായിരുന്നു. ശരിയാണ്, ശിഷ്യന്മാർക്ക് കർത്താവിൽ നിന്നൊരു 2-3 വയസ്സിന് ഇടപ്പൊക്കെ കാണത്തുള്ളായിരിക്കും. കർത്താവ് 30-ാമത്തെ വയസ്സില്, യേശു കർത്താവ് എത്രാമത്തെ വയസ്സിലാ മിനിസ്റ്റർ തുടങ്ങിയ, ശുശ്രൂഷ തുടങ്ങിയ ജോഹാൻ? അറ്റ് വാട്ട് ഏജ്? 30 years. 30-ാമത്തെ വയസ്സില് കർത്താവ് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ബാക്കി ശിഷ്യന്മാർക്ക് അന്ന് യഹൂദ റബിമാരൊക്കെ ശിഷ്യന്മാര് പ്രായം കുറഞ്ഞവരെ ആയിരിക്കും ശിഷ്യന്മാരായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവിൽ നിന്ന് കുറച്ച് പ്രായം കുറഞ്ഞ ഒരു നബി പത്രോസിനൊക്കെ അവർ 30-നോട് അടുപ്പിച്ച് കാണും. യോഹന്നാനൊക്കെ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരിക്കാം. അങ്ങനെയൊക്കെ ചരിത്രങ്ങൾ പറയുന്നത്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു യോഹന്നാനെ ചിലപ്പോൾ ഒരു 27 വയസ്സൊക്കെ ആയിരുന്നിരിക്കും. പിന്നെ കർത്താവിന് 33 വയസ്സിലാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. അപ്പം അവർക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് എന്നാൽ അവർക്കൊരു പിതാവിനെ പോലായിരുന്നു. ആര്? യേശു. അവർക്ക് ഒരു പിതാവിനെ പോലായിരുന്നു. യേശുവിനെ നമുക്ക് പിതാവെന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ, പിതാവാം ദൈവത്തെ നമ്മൾ പിതാവെന്ന് വിളിക്കേണ്ടത്. എങ്കിലും യേശുവിനെ കുറിച്ച് പറയുമ്പം അവൻ നിത്യനാം ദൈവം, സമാധാന പ്രഭു എന്നവന് പേരാകുമെന്നൊക്കെ യേശുവിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ അടുത്തൊരു പാട്ടില്, ഞാൻ മാർവോട് ചേർട്ട് ഞാൻ യേശുനാഥ ഇന്നേരം നീ ഇന്നും എന്ന് പിതാവ് എന്ന അവിടെ ആ പാട്ടിലുള്ളത്. അപ്പം ശരിക്കും നമ്മൾ പിതാവിനെ അല്ലേ പിതാവെന്ന് വിളിക്കേണ്ടത് നമുക്ക് തോന്നുന്ന വചനത്തിൽ അങ്ങനെ ഒരു വാക്യ കർത്താവിനെയും പിതാവ് എന്നൊരു ആ ഒരു പേര് കർത്താവിനുണ്ട് എന്ന് നമ്മൾ എവിടെ വായിക്കുന്നത്? ഞാനിവിടെ യോഹന്നാൻ 14 പെട്ടെന്ന് നമുക്കൊന്ന് യെശയ്യാവ് 9-ാം അധ്യായത്തിന്റെ അതിന്റെ 6-ാമത്തെ വാക്യത്തില് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് കിട്ടിയോ? ഐസായ പെട്ടെന്ന് വേഴ്സ് റെഫറൻസ് എഴുതി പെട്ടെന്ന് നമ്മൾ വേഴ്സ് എടുക്കുന്നു. എല്ലാം ക്വിക്ക് നിങ്ങളെല്ലാം വളരെ ക്വിക്കായിട്ട് നോട്ട്സ് ഒക്കെ എഴുതുന്ന ആൾക്കാരല്ലേ നിങ്ങളെ കുഞ്ഞുങ്ങള്? സോ നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് 9-ന്റെ നമുക്ക് ഒരു വിരൽ ഇവിടെ യോഹന്നാൻ 14-ലുണ്ട്, നമുക്ക് അങ്ങോട്ട് വരാം. യെശയ്യാവ് 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്ന, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കും. അപ്പൊ യേശുവിന്റെ ഒരു പേര് നിത്യപിതാവ്. അപ്പൊ യേശു ശരിയാണ്, യേശു നമ്മുടെ മണവാളനാണ്. എന്നാൽ യേശുവിന് നിത്യപിതാവ് എന്നുള്ളൊരു പേര്, നീ എന്നും പിതാവ് എന്ന് പറയുമ്പോൾ അത് സ്ക്രിപ്ചറിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. കർത്താവിന് ആ ഒരു നിത്യപിതാവ് എന്നുള്ളൊരു പേരും കൂടെ ഉള്ളത് കൊണ്ട് കർത്താവ് നമുക്ക് ഒരു പിതാവായിട്ടും കൂടെ വെളിപ്പെട്ടവനായതുകൊണ്ട് നിത്യപിതാവ്, സമാധാന പ്രഭു, അത്ഭുത മന്ത്രി. അത്ഭുത മന്ത്രി എന്ന് പറയുമ്പോൾ മന്ത്രി എന്നൊക്കെ നമ്മളെ ഈ ക്യാബിനറ്റ് മന്ത്രിമാരെ നമുക്ക് ഇന്ന മന്ത്രി എന്നുള്ള വാക്ക് എന്താ, കൗൺസിലർ, വണ്ടർഫുൾ കൗൺസിലർ. ഇത് ഞങ്ങളുടെയൊക്കെ ഫീൽഡാണ്. ഇത് യഥാർത്ഥത്തിൽ അന്ന് രാജാക്കന്മാർക്ക് മന്ത്രിമാരെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു ട്രംപിന്റെ ഉപദേഷ്ടാവ്, മുമ്പത്തെ ഉപദേഷ്ടാവ്, ഇപ്പോഴത്തെ ഉപദേഷ്ടാവ് എന്നൊക്കെ പറഞ്ഞ ഒരു ആൾക്കാരെയൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നത് പോലെ അങ്ങനെ ആ ഉപദേഷ്ടാവ്, ഒരു കൗൺസിലർ, ആലോചന പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് ആ ഒരു വാക്ക, അത് വണ്ടർഫുൾ കൗൺസിലർ, അത് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, മൈറ്റി ഗോഡ്. അപ്പം യേശു ദൈവമാണോ ദൈവപുത്രൻ അല്ലേന്ന് ചോദിക്കുമ്പോൾ ദൈവപുത്രനാ എന്ന കർത്താവ് ദൈവം തന്നെ, പിതാവിനുള്ള സമനാണ്. യേശുവിന്റെ പേര് തന്നെ വീരനാം ദൈവം. പിന്നെ നിത്യ പിതാവാണ്, സമാധാന പ്രഭുവാണ്, പ്രിൻസ് ഓഫ് പീസ് ആണ്, സമാധാനത്തിന്റെ രാജകുമാരൻ, സമാധാന പ്രഭുവാണ്. അപ്പൊ നമുക്ക് തിരിച്ച് യോഹന്നാൻ 14-ലേക്ക് വരാം. യോഹന്നാൻ 14-ന്റെ 18 ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളിവിടെ പരിയാരത്ത് പഠിക്കുന്ന സമയത്ത് ഒരു അനാഥാലയ, ഒരു ഓർഫനേജിൽ ചെന്ന് ഞങ്ങളുടെ പരിയാരത്തെ ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റുഡൻസ്, വിശ്വാസികൾ, CMF, ഞങ്ങൾ ഇന്ന് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് സമയം ഒന്ന് വചനം ഷെയർ ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് ഈ വാക്യം എടുത്ത് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ട്. യോഹന്നാൻ 14-18 അന്ന് ആ ഒരു വാക്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്രയേ ഉള്ളൂ. എന്താ അതിനകത്ത് പറയുന്നത്? ആ യോഹന്നാൻ 14-18 എല്ലാവർക്കും കിട്ടിയോ? എന്താ അവിടെ പറയുന്നത്? ഞാൻ നിങ്ങളെ
അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശു കർത്താവ് 3.5 വർഷക്കാലം ഈ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് അവർക്കൊരു പിതാവായിട്ട്, കൂടെ അപ്പച്ചനായിട്ട്, എല്ലാമായിട്ടുണ്ടായിരുന്നു. അവരുടെ ഏതൊരു ആവശ്യത്തിലും അവിടെ ഭക്ഷണം തികയുന്നില്ലയോ, പെട്ടെന്ന് 5 അപ്പം കൊണ്ട് 5000 വരെ 10,000-ലേറെ പേരെ പോഷിപ്പിക്കാൻ കർത്താവുണ്ട്. അവിടെ ബോട്ടില്, വള്ളത്തില്, പടകില് കാറ്റും കോളും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ അവിടെ ആരുണ്ട് അതെല്ലാം ശമിപ്പിക്കാനായിട്ട്? കർത്താവുണ്ട്. കാനായില് കല്യാണത്തിന് നോക്കുമ്പോൾ വീഞ്ഞെല്ലാം തീർന്നു പോയി, ആരുണ്ട് എല്ലാം തികയ്ക്കുന്നവനായിട്ട്, എല്ലാം എല്ലാ കുറവുകളും നികത്തുന്നവനായിട്ട് എപ്പോഴും ആരുണ്ടായിരുന്നു? കർത്താവ് ഉണ്ടായിരുന്നു. ടാക്സ് കൊടുക്കണം, ഇവിടുന്ന് എടുത്ത് കൊടുക്കും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിന്റെ സമയമായി, ഇവിടുന്ന് എടുത്ത് കൊടുക്കും. ഇതെല്ലാം മീനെ പിടിച്ചുകൊണ്ട് പോവാ. നമ്മുടെ മത്തായി 17-ാം അധ്യായത്തിന്റെ അവസാനമൊക്കെ നമ്മൾ ആ വാക്യത്തൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യത്തിനും കർത്താവ് മതിയായവനായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ പോവും, ഞങ്ങൾ അനാഥരായി പോവും എന്ന് അവരുടെ ആ ഒരു നെടുവീർ പറഞ്ഞുകൊണ്ട്, അവരുടെ നെഞ്ചത്തിന്റെ ആ നെടുവീർ പറഞ്ഞുകൊണ്ട് കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല, ഞാൻ വേഗം വരും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കർത്താവ് പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു എന്ന് കർത്താവ് യഥാർത്ഥത്തിൽ അവിടെ കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു റെഫറൻസ്, അടുക്കൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ 19-ാമത്തെ വാക്യം, ഞാനിപ്പോ പിതാവിന്റെ കാര്യം പറഞ്ഞു വരുന്നത്, അതും കൂടെ ഒക്കെ പറഞ്ഞ് നമുക്ക് നിർത്താം. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്പൊ അത് കർത്താവ് പുനരുത്ഥാനത്തിന് ശേഷം കർത്താവ് കുറച്ച് 40ഓളം ദിവസം അവർക്ക് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തില്. ആ ഒരു സമയത്ത് അല്ല യഥാർത്ഥത്തിൽ പറയുന്നേ. എന്തുകൊണ്ടെന്നാൽ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ എന്താ പറയുന്നേ? 20-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ഓൺ ദാറ്റ് ഡേ. നമ്മൾ പലപ്പോഴും ആ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചപ്പോൾ ഓൺ ദാറ്റ് ഡേ, ഓൺ ദാറ്റ് ഡേ, ഓൺ ദാറ്റ് ഡേ, ഒരു പർട്ടിക്കുലർ ദിവസം കർത്താവ് വീണ്ടും വീണ്ടും റെഫർ ചെയ്യുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ഓൺ ദാറ്റ് ഡേ, ആ ദിവസം നിങ്ങൾ അറിയും. എന്താ അറിയുന്നേ? ഞാൻ എൻ്റെ പിതാവിലാണ്. അത് പുനരുത്ഥാനത്തിന് ശേഷം കർത്താവ് പരിശുദ്ധാത്മാവിനെ ഊതിയൊക്കെ നൽകിയപ്പോഴൊന്നും അവർക്ക് യഥാർത്ഥത്തിലൊന്നും വേണ്ടവണ്ണം ഒന്നും കത്തിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എപ്പോഴാണ് അത് കത്തിയെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് വന്ന ദിവസം. അതാണ് നമ്മള് അതിന്റെ അതിന്റെ തൊട്ട് താഴെ നമ്മള് അവിടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ തരൂ എന്നുള്ള ആ ഒരു പ്രോമിസ് അവിടെ അതിന്റെ ആ 16-17 വാക്യങ്ങളിലൊക്കെ എന്നാൽ, അല്ലെങ്കിൽ അത് തന്നെയുമല്ല, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന് ആത്മാവിനെ എന്ന മറ്റൊരു കാര്യസ്ഥനെയൊക്കെ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അനാഥരായിട്ട് കൈവിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്നുള്ളൊരു കാര്യം യോഹന്നാൻ 14-ന്റെ 20-ാമത്തെ വാക്യത്തിൽ അന്നാളെ നിങ്ങൾ അറിയും. ആ അന്നാളിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കർത്താവ് യോഹന്നാൻ 16-ന്റെ, ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തട്ടെ, യോഹന്നാൻ 16-ന്റെ-25, യോഹന്നാൻ 16, ജോൺ 16, അതിന്റെ 25-ാമത്തെ വാക്യം, ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആയിട്ടാണ് ഞാൻ പലതൊക്കെ നിങ്ങളോടായിട്ട് പറഞ്ഞതെന്ന് പറയുക. എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ, ഇനിയും ഫിഗറേറ്റീവ് ലാംഗ്വേജ്, ആലങ്കാരിക ഭാഷയിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതീകാത്മകമായിട്ട് എന്തെങ്കിലും ഉപമയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അതാ I will no longer speak to you in figurative language. An hour is coming. നാഴിക വരുന്നു. ഏത് നാഴിക? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ്, ഈ പുത്രത്വത്തിന്റെ ആത്മാവ്, ദാസത്തിന്റെ ആത്മാവല്ല, പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്ന് നിറയുന്ന ഒരു നാഴിക വരുന്നു. അപ്പം പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ആകാശത്തിലെ ആകാശത്തിലെ പറവുകളെ നോക്കി, ആകാശത്തിലെ വലിയ പുഷ്പങ്ങൾ, അല്ലെ ആകാശത്തിലെ പറവുകളെ നോക്കി, വലിയ വലിയ പുഷ്പങ്ങളെ നോക്കി എന്നൊക്കെ പറഞ്ഞ് വളരെ ഉപമയൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ ഞാൻ വളരെ ആലങ്കാരിക ഭാഷയിലൊക്കെ പറയുവാണ്. ഇങ്ങനെ കല്ല്, അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ, എന്തെങ്കിലും മീനിനെ ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ, പാമ്പിനെ കൊടുക്കുവോ എന്നൊക്കെ വളരെ വളരെ ഉദാഹരണത്തില് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കൂടെ പ്ലെയിൻ ആയിട്ട്, ഇതെല്ലാം ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് അതൊരു വെളിപ്പാടായിട്ട് പറയുന്ന ഒരു നാഴിക. അതാ ഞാൻ സദൃശമായി നിങ്ങളോട് സംസാരിക്കുന്ന പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന്, ഓൺ ദാറ്റ് ഡേ, ഇൻ ദാറ്റ് ഡേ, അത് ഈ കർത്താവിന്റെ ഇൻ ദാറ്റ് ഡേ, ഇൻ ദാറ്റ് ഡേ, ഇൻ ദാറ്റ് ഡേ എന്ന് പറഞ്ഞ റെഫറൻസ് അല്ല, ആ പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവിനെ അയക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓൺ ദാറ്റ് ഡേ, ഈ സഹായകനെ, സത്യാത്മാവിനെ അയക്കുന്ന ഈ ദിവസം, അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും,
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ഈ പിതാവിന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് പോകാനങ്ങ് മടി, അതുകൊണ്ട് യേശുവിനോട് പറഞ്ഞാൽ മതി. പക്ഷെ പലർക്കും ഇന്ന് ദൈവത്തോട് സംസാരിക്കാൻ മടിയായതുകൊണ്ട് പലരും നമ്മുടെ നാമധേയ ക്രിസ്ത്യാനികളൊക്കെ എന്താ അവർക്ക് മധ്യസ്ഥന്മാരുണ്ട്. അവര് യുനോ അവര് പറയുന്ന ഉദാഹരണം, വീട്ടിലെ അപ്പച്ചനോട് ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും, അപ്പൊ അതുകൊണ്ട് അമ്മയോട് പറഞ്ഞ് ചെന്ന് അപ്പച്ചനോട് ഇന്ന് പറയുന്ന ഒരു മീഡിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ മറിയത്തോട് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഈ ഒരു പിതാവിനെ അറിയാത്തവരായതൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പിതാവിനെ എന്താ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ച് ഞാൻ പിതാവിനോട് അറിയിക്കുന്നല്ല, അതാ കർത്താവ് പറയുന്നത്. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും, നിങ്ങൾ പിതാവിനോട് തന്നെ നേരിട്ട് തന്നെ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. വേഴ്സസ് ഒക്കെ കിട്ടി എവിടെ? യോഹന്നാൻ 16:28-26. അതിന്റെ 27 നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പൊ ആ ഒരു പിതാവിനെ നിങ്ങളങ്ങ് നേരിട്ട് അറിയുന്ന ഒരു നാഴിക വരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിതാവിനെ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? യോഹന്നാൻ 1:18 പിതാവിന്റെ മാർവോട് ചാരിയിരിക്കുന്ന. ഇന്ന് നമുക്ക് ലോകത്തിന് പിതാവിനെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യവും കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് ഞാൻ യോഹന്നാൻ 16 പെട്ടെന്ന് യോഹന്നാൻ 1 വന്നോട്ടെ. യോഹന്നാൻ 1:18 വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ എന്നുള്ളത് ശരിക്കും കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ കോൾപാസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മാർവിൽ, ദ ബുസം ഓഫ് ദ ഫാദർ, പിതാവിന്റെ മാർവിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ പിതാവിനെ യേശു എങ്ങനെ വെളിപ്പെടുത്തിയിരുന്നത്? പിതാവിന്റെ മാർവിൽ ഇരുന്നല്ല, ഇരിക്കുന്ന. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴും എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ നിറവില് യേശു പിതാവിന്റെ മാർവോട് ചാരി തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ശിഷ്യന്മാർക്ക് പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട്, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ 14:9 ആരോടാ പറയുന്നേ? ഫിലിപ്പിനോട് പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പിതാവേ എനിക്ക് അവിടുത്തെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എനിക്ക് അങ്ങ് അളവില്ലാതെ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കർത്താവെ നിറയ്ക്കണമേ. എനിക്ക് യഥാർത്ഥത്തിൽ ആ പിതാവിന്റെ ആ ഒരു സ്നേഹസ്പർശം, ആ ഒരു ഹഗ് ഓഫ് മൈ ഹെവൻലി ഫാദർ, എന്റെ പിതാവിന്റെ ആശ്ലേഷം, പിതാവിന് മറുപടി ചാരിയുള്ള ഒരു ആശ്ലേഷം, ആ ഒരു ഭദ്രത, അപ്പ എന്ന് ആ സ്വർഗത്തിന്റെ സകലത്തെ നിയന്ത്രിക്കുന്നവനെ അങ്ങനെ പിതാവിനെ വിളിക്കുന്ന ആ ഒരു വെളിപ്പാടായിട്ട് എന്റെ ഒരു നമ്മൾ പിതാവിനെ വേണ്ടുമെന്നും അറിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ. ആകുലപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, പിന്നെന്താ വയലിലെ പുഷ്പങ്ങളെ നോക്കുവിന്നൊക്കെ അവിടെ മത്തായി 6:25 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും വേണ്ട പിതാവിനെ നമ്മൾ വീണ്ടും വേണ്ട അറിയില്ല, നമുക്കറിയാം പിതാവുണ്ട്, എല്ലാം അറിയാം. പക്ഷെങ്കിലും അത് നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പിതാവിനെ ഒരു വെളിപ്പെടുത്തി തരണം. ആ ഒരു നമ്മള് മത്തായി 11:27 വാക്യം, മത്തായി 11:28 നമുക്ക് എല്ലാവർക്കും അറിയാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ എന്നുള്ള വാക്യം. തൊട്ട് മുമ്പത്തെ വാക്യത്തില് യേശു പറയുന്നുണ്ട്, യേശു വെളിപ്പെടുത്തി തരാതെ പിതാവിനെ ആർക്കും അറിയാൻ പറ്റത്തില്ലെന്നാണ് അതിന് തൊട്ട് മുമ്പ് പറയുന്നത്. അതിന്റെ 27 വാക്യം, എന്റെ പിതാവ് സകലവും, മത്തായി 11:27, എന്റെ പിതാവ് സകലവും എനിക്ക് വരമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പിതാവിനല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുത്താലേ പുത്രനെ അറിയാനൊക്കെ ഉള്ളൂ. വേഴ്സ് കണ്ടല്ലോ, മത്തായി 11:27 എന്താ പറയുന്നേ? Nor does anyone know the Father except the Son, and anyone to whom the Son wills to reveal him. പിതാവിനെ നമുക്ക് പുത്രൻ തന്നെ വെളിപ്പെടുത്തി തരണം. പുത്രനെ ആർക്കാ വെളിപ്പെടുത്തി കൊടുക്കുന്നേ? കർത്താവ് എന്തെങ്കിലും പക്ഷഭേദം ഉണ്ടോ? തൊട്ട് മുമ്പേ അതിന്റെ 25 വാക്യത്തിൽ ആർക്കാ വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. എന്താ? ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുക, എന്നിട്ട് ശിശുക്കൾക്കാ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതേ റിവീൽ, അതേ വെളിപ്പെടുത്തുക, അതേ അപ്പോകാലിപ്റ്റോ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മള് വലിയ ജ്ഞാനിയും വിവേകിയായിട്ടോ എനിക്കെല്ലാം അറിയാം, എനിക്ക് അങ്ങനെ അപ്പൊ നമുക്ക് പിതാവിനെ വെളിപ്പെട്ട് കിട്ടത്തില്ല. എന്നാൽ നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ഞങ്ങൾക്ക് വട്ടപ്പൂജ്യം, ഞങ്ങൾക്ക് 0 എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മളിൽ ഒന്ന് നിറയുമ്പോൾ ആ പിതാവിന്റെ മാർവിലെ ആശ്ലേഷം, പിതാവിന്റെ മാർവിലെ ചൂട്, പിതാവിനെ നമുക്ക് ഓരോ സമയത്തും ദൈവം അറിയാതെ അനുവദിക്കാതെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരിയോട് പറയുമായിരുന്നു, കൗൺസിലിങ്ങിന് എന്താ ഒത്തിരി എന്തെങ്കിലുമൊക്കെ
അയ്യോ, പെട്ടെന്ന് പല സംഭവങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരുന്നു, പാനിക്ക് വരുന്നു. അത് എല്ലാം ദൈവം അറിയാതെ അനുവദിക്കാതെ, ഇനിയിപ്പോ നമുക്ക് തട്ടിപ്പോകാൻ തന്നെ ഇരിക്കട്ടെ, ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അത് ആ ഒരു നമ്മൾ പിതാവ് സോവറിൻ കൺട്രോൾ ഓഫ് ഫാദർ ഇൻ ഹെവൻ ഇസ് ദ ബ്ലെസ്സഡ് കൺട്രോൾ ഓഫ് ഓൾ ഓഫ് സർക്കംസ്റ്റാൻസസ്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളുടെയും നിയന്ത്രിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നിയന്ത്രിതാവായ ആ ഒരു പിതാവ്. അപ്പൊ ആ പിതാവിനെ പുത്രൻ പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, എന്നാൽ പുത്രനെ വെളിപ്പെടുത്തി തരുന്നത്, പുത്രൻ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തരുന്നു പിതാവിനെ. അത് നമ്മളുടെ ഓരോ സാഹചര്യങ്ങളിലും നമ്മളൊരു ജ്ഞാനിയായിട്ട് വിവേകിയായിട്ട് എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്ന എനിക്ക് പിതാവിനെ ഇന്ന് ഞാൻ മെസ്സേജ് അയക്കിയിട്ട് അതുകൊണ്ട് ഇന്ന് പോലെ എനിക്ക് പിതാവിനെ ഞാൻ അറിയാം എന്ന് പറഞ്ഞിരുന്ന നമുക്ക് ആ സാഹചര്യങ്ങൾ, ആ ഒരു പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തില്ല. പക്ഷെ ആ സാഹചര്യങ്ങളിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില സമ്മർദ്ദങ്ങളിലൂടെ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത്, ആ സമയത്ത് എനിക്ക് സ്വർഗത്തിൽ ഒരു പിതാവ് ഉണ്ടെന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിക്കണമെങ്കിൽ നമ്മളൊരു കൊച്ചുകുഞ്ഞായിട്ട് നമ്മൾ ഇതിനെ താഴ്ത്തി ഇരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആ ഒരു സ്വർഗത്തിന്റെ ആ പിതാവിന്റെ മാർഗിലെ ആശ്രയിഷം, ആ ഒരു ഭദ്രത നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ ജീവിതം ഒത്തിരി ഒരു സ്വസ്ഥതയിലേക്ക് വരും, ഒത്തിരി ഒരു സമാധാനത്തിലേക്ക്. നമുക്ക് ആരുമായിട്ട് മത്സരമില്ല, നമുക്ക് ആരുമായിട്ട് കുശുമ്പോ അസൂയോ അല്ലെങ്കിൽ ഒരു കയ്പോ ഒന്നും കാര്യമില്ല. നമ്മളെന്തോ ആണെന്നെന്തോ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്തോ വിശുദ്ധനായിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇതായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് വെച്ചാൽ നമ്മൾ എന്തോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ആത്മീയനാണെന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാവുന്ന അങ്ങനെ ഒരു, അതെല്ലാം എന്താ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഓർഫൻ സിൻഡ്രോം എന്ന് സാക്ബേർ പറയുന്നത്. നമുക്ക് എന്താ പലപ്പോഴും നമുക്ക് ആ ഒരു ഭദ്രത ഇല്ലാത്തവരെ എന്റെ പിതാവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ആ ഒരു എന്താണ് പറയുന്നത്, വലിയൊരു കമ്പനിയിലെ സിഇഒ, വലിയൊരു മാനേജർ, അവിടുത്തെ സ്റ്റാഫിനൊക്കെ അവിടെ കയറി ചെല്ലണമെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാൽ ഒരു മാനേജറിന്റെ കുഞ്ഞ് സെക്യൂരിറ്റി എല്ലാം അതിജീവിച്ചുകൊണ്ട് പെട്ടെന്ന് കയറി ചെന്ന് അവിടെ കസേരപ്പുറത്ത് ചെന്ന് ചിലപ്പോൾ മേശപ്പുറത്തും കയറി ഇരിക്കും ആ കൊച്ച് എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിന്റെ ആ പിതാവിന്റെ മടിയിലേക്ക് ചെന്നിരിക്കുവാനായിട്ട് യേശു നമുക്കായിട്ട് ഒരു വഴിയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്. ജീവനുള്ള പുതുവഴി നമ്മളെ തന്നെ ഇങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് നമുക്ക് അത് അനുഭവവേദ്യമാക്കി തരും. കർത്താവ് തന്നെ പറയുന്ന കാര്യം, നിങ്ങൾ എത്ര അധികം പിതാവ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും, ദോഷികളായ പിതാക്കന്മാർ നല്ല ദാനങ്ങളെ തരാൻ അറിയുന്നുവെങ്കിൽ. ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മത്തായി 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് കുറച്ചുകൂടെ നല്ല ദാനങ്ങൾ എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായിട്ട്. ലൂക്കോസ് 11:13 വേഴ്സ് റെഫറൻസ് എഴുതി വെക്കാൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുക. ലൂക്കോസ് 11:13 അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ, അല്ലെങ്കിൽ കണ്ടു ചോദിച്ചു വേറെ ജീവമൊഴികൾ മാസികയുടെ അതിന്റെ എഡിറ്റോറിയൽ ഇങ്ങനെ എഴുതിയതുകൊണ്ട് ചിലപ്പം നമുക്ക് വേറെ വായിച്ചായിട്ട് എന്തോ അതിനകത്ത് എഴുതി ഒരു എഡിറ്റോറിയൽ ഇങ്ങനെ വന്നപ്പം ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കണ്ട, ചില വെള്ളാരങ്കല്ല് കണ്ടാൽ നമുക്ക് എന്തോ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അപ്പമായിട്ട് തോന്നും. ഞാനിത് എടുത്ത് കഴിക്കാൻ പോവാന്ന് പറയുമ്പോൾ ഈ അപ്പൻ ചോദിക്കുമ്പോൾ അപ്പനെടുത്ത് ഇത് വെള്ളാരങ്കല്ലായിട്ട് നിനക്ക് തോന്നുന്നില്ലേ, അന്ന് ഇത് കടിച്ചു നോക്കിക്കുമെന്ന് അപ്പം പറയുകയില്ല, അതെടുത്ത് മാറ്റും എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് അപ്പമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദൈവം തരത്തില്ല. നിനക്കത് ഇപ്പൊ നിനക്ക് അതിന്റെ ഒരു പാകത ആയിട്ടില്ല, അല്ലെങ്കിൽ നിനക്കത് ഇപ്പം വേണ്ട. ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം തരത്തില്ല. എന്ന് വെച്ചാൽ കർത്താവിന് അറിയാം അത് അപ്പമല്ല, അത് കല്ല എന്നുള്ള കാര്യം അറിയാം. എന്ന് പറയുന്നത് പോലെ ചില പാമ്പ് പോലുള്ള കാണുമ്പോൾ നമുക്ക് മീനായിട്ട് തോന്നും, എന്നാൽ മീനിനെ ചോദിക്കുമ്പോൾ കർത്താവ് പാമ്പിനെ നമുക്ക് തരത്തില്ല. എത്ര അധികം ദോഷികളായ പിതാക്കന്മാര്. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല പിതാവ് ദൈവപിതാവിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഈവിൾ ഫാദറാണ്, ദോഷിയായ പിതാവാണ്. ദോഷികളായ പിതാവ് നല്ല ദാനങ്ങളെ, ഞാൻ ലൂക്കോസ് 11:13 വാക്യം വായിക്കുക. ദോഷികളായിട്ടുള്ള പിതാക്കന്മാര്, അവിടെ ഒരു ഉപമയൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്താ പറയുന്നത്? ദോഷികളായ പിതാക്കന്മാർ, ലൂക്കോസ് 11:13, നിങ്ങൾക്ക് ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ, നല്ല ദാനങ്ങളെ മത്തായി 7:11 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവിനെ, ആ നല്ലതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് നമുക്ക് മക്കളാവുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ലഭിച്ചുകൊണ്ട് നമ്മൾ മക്കളായത് തന്നെ എത്ര അധികം പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും അധികമായിട്ട് തരുവാൻ ഈ പിതാവ് മതിയായവനാണ്. നമുക്ക് എത്ര ഒരു കോൺഫിഡൻസോടുകൂടി ആ ഹെവന്റെ ത്രോണിലേക്ക്, സ്വർഗത്തിന്റെ സിംഹാസനത്തിലേക്ക് കൂടി അടുത്തവിടെ നമ്മുടെ എല്ലാ ഇൻസെക്യൂരിറ്റീസും അസുരക്ഷിതത്വങ്ങളും ഒക്കെ മാറി ഭദ്രതയോടെ നമുക്ക് പിതാവിന്റെ ഇടയിലേക്ക് കൂടി അണയാം. കർത്താവിന് നമ്മളെ അധികമായിട്ട് പിതാവിനെ വെളിപ്പെടുത്തി തരട്ടെ.
രഹസ്യത്തിലുള്ള പിതാവ് കാണും. അതാണ് മത്തായി 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ കർത്താവ് അതാ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ദാനം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്യുമ്പോഴോ ഉപവസിക്കുമ്പോഴോ ഒക്കെ എല്ലാവരോടും പൊട്ടിഘോഷിക്കുന്ന കാര്യത്തിൽ രഹസ്യത്തിലുള്ള പിതാവുണ്ട്. ദ ഫാദർ ഹു സീസ് ഇൻ സീക്രട്ട് വിൽ റിവാർഡ് യു ഓപ്പൺലി. ആ ഒരു രഹസ്യത്തിലൊരു പിതാവിന്റെ ആത്മാവ് നിങ്ങൾക്ക് ആ നേരം എന്ത് പറയണമെന്ന് വാക്ക് തരുമെന്ന് മത്തായി 10:30 പറയുന്നുണ്ട്. മത്തായി 10:30 ഇങ്ങനെ വേഴ്സ് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മത്തായി 10:30 എഴുതി വെച്ചാൽ മതി. ഇനി അവിടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന് പകരം പിതാവിന്റെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഓരോ സമയത്ത് എന്ത് പറയണം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പെട്ടെന്ന് വന്ന് നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ എന്ന് എന്തെങ്കിലും ചോദിക്കുന്നു, അപ്പം എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പൊ സ്ത്രീകൾ ചിരിക്കുന്നു. സ്ത്രീകളെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോ അവിടെ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ അവിടുത്തെ പ്രിൻസിപ്പലും ഡീനും എന്തോ വാർഡനും HOD-യൊക്കെ അന്ന് ആ സമയത്ത് വിളിച്ച് നിന്നെ ആരാ മതം മാറ്റി നിങ്ങളെ എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു വാക്ക് പറയാന് പിതാവിനാണ്. അപ്പം പിതാവ് ഒരു വാക്ക് കൊടുത്തു, എന്നെ ആരും മതം മാറ്റിയൊന്നും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, ഞാനായിട്ട് യേശുവിനെ വിശ്വസിക്കുന്നേ എന്ന് അവിടെ അവരുടെ മുമ്പ് വെച്ച് പറയാനൊരു വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഓരോ ഞെരുക്കമുള്ള പല സാഹചര്യങ്ങളിലൊക്കെ കർത്താവിനോട് നിൽക്കാൻ, സത്യത്തിന് വേണ്ടിയൊക്കെ നിൽക്കാൻ, നീതിക്ക് വേണ്ടിയൊക്കെ നിൽക്കാൻ പിതാവിന്റെ ആത്മാവ്. ഞാനൊരു ഉദാഹരണം പലപ്പോഴും അതിനോട് ചേർത്ത് പറയാറുണ്ട്. അതായത് ഒരു കൊച്ചിനോട് എന്താ പ്രിൻസിപ്പൽ പറഞ്ഞു, നാളെ എന്നെ വന്ന് കാണാൻ നിന്റെ അപ്പനോട് പറഞ്ഞേക്കണം. അപ്പം നാളെ കൊച്ച് അപ്പനെയും വിളിച്ചോണ്ട് പോവുക. ഒരു ധൈര്യത്തിലാ കൊച്ചു പോകുന്നേ. അപ്പൊ കൂട്ടുകാർ ചോദിക്കണം, അയ്യോ നീ ഇത്ര ധൈര്യത്തിലാണോ പ്രിൻസിപ്പൽ സാറിനെ കാണാൻ പോകുന്നത്? അതിനിപ്പോ എന്തോ, എന്തെങ്കിലും ചോദിച്ചാൽ എന്റെ അപ്പം പറഞ്ഞോളൂ ഉത്തരം, ഞാനിപ്പോ ഇത്ര ടെൻഷൻ അടിക്കാൻ എന്താ എന്ന് പറഞ്ഞാൽ അതാ. എന്തെങ്കിലും ചോദിച്ചാൽ ആരും ഉത്തരം പറയും, എന്റെ അപ്പം പറഞ്ഞോളൂ. നീ എന്റെ പിതാവിന്റെ ആത്മാവ് അവിടെ ഉത്തരം പറയുവാന് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ള കാര്യം നമുക്ക് ആ സമയത്ത് ദൈവം നമുക്ക് തരും. പലപ്പോഴും നമുക്ക് ചിലപ്പം പതിനെഴുന്നേറ്റ് പറയാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനോ ഒക്കെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. മത്തായി 10:30 വാക്യം, അതിന്റെ 29-30 വാക്യങ്ങൾ വായിച്ചു നോക്കണം. അപ്പം പിതാവിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് യുവർ ഫാദർ, മത്തായി 10:30 തന്നെയല്ലേ. ഞാൻ വീണ്ടും അതും കൂടെ അങ്ങ് വായിച്ച് അങ്ങ് നിർത്തിയേക്കാം. ആ ഒരു മത്തായി അതെനിക്ക് വളരെ ഹൃദ്യമായിട്ടൊരു വാക്യമാണ്. അതായത് പരിശുദ്ധാത്മാവെന്ന് ബാക്കിയുള്ള സുവിശേഷങ്ങളെ പറയുമ്പോൾ ഇവിടെ മത്തായി ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? മത്തായി 10:20 സോറി, ഞാൻ 10:30 അങ്ങ് പറഞ്ഞു പോയി, സോറി. 10:20 ഫോർ ഇറ്റ് ഈസ് നോട്ട് യു ഹു സ്പീക്ക് ബട്ട് ഇറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് യുവർ ഫാദർ. മത്തായി 10:20. അതായത് അതിന്റെ 19 വാക്യം, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് അത്രേ. ദ സ്പിരിറ്റ് ഓഫ് യുവർ ഫാദർ ഹു സ്പീക്സ് ഇൻ യു. നമ്മളുടെ ഓരോ സാഹചര്യത്തിലും ചിലപ്പം ബോസിനോട് ടീച്ചറിനോട് എന്ത് ഉത്തരം പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മള് ദൈവത്തിൽ നിന്ന് സഹായമായിട്ട് ചാരുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ്, പിതാവിന്റെ ആത്മാവ് എന്റെ പപ്പ ഉത്തരം പറയും. സാഗ്ബറിൽ നമ്മൾ പലപ്പോഴും ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഒരു വീട് ജപ്തി നടപടി സ്വീകരിക്കപ്പെടുകയാണ്, നാളെ രാവിലെ ഒഴിഞ്ഞു കൊടുക്കണം വീട്. അപ്പൊ ദിവസം രാത്രിയിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുക. അപ്പനോ അമ്മയ്ക്കോ ഒന്നും ഉറക്കം വരുന്നില്ല. കുഞ്ഞെ കൊച്ച് 2 വയസ്സുകാരൻ 3 വയസ്സുകാരൻ കിടന്ന് വളരെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. അപ്പൊ കൊച്ചിനെ വിളിച്ചെഴുന്നേപ്പിച്ച് നമ്മൾ ചോദിക്കും, അയ്യോ നിനക്ക് അറിയത്തില്ല നാളെ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണം. പിന്നെ പപ്പയോട് എന്ന് പറ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാല് കൊച്ചിന് ഒരു അലലും അവലാതിയും ഇല്ല. അത് പപ്പയോട് എന്ന് പറഞ്ഞാൽ മതി, പപ്പയുണ്ട് വരാൻ നോക്കിക്കോളൂ, ഇനിയിപ്പം വീട് ഒഴിഞ്ഞാലും ഒഴിഞ്ഞില്ലേലും ഒക്കെ എനിക്കുണ്ട്, പപ്പയുണ്ട്, പപ്പ പറയുന്നത് ഞാനങ്ങനെ ചെയ്തോളൂ എന്ന് പറയുന്നത് പോലെ അവര് ശരിയാണ്. പല വിധമായിട്ടുള്ള വളരെ സംശയങ്ങളുള്ള, വളരെ ഭദ്രതയില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം പലതും നമുക്ക് അറിയത്തില്ല. എന്റെ അപ്പച്ചനുണ്ട്, എന്റെ സ്വർഗ്ഗത്തിലെ പിതാവ് കരുതിക്കൊള്ളും എന്നുള്ള ഒരു വിശ്വാസം ശരിയാണ്. നമ്മൾ പ്രായോഗികമായിട്ട് പല കാര്യങ്ങളും കർത്താവിൽ ആശ്രയിച്ചെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വെറുതെ കിടന്ന് ഉറങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞു. എന്നാൽ അവിടെ ഒരു സ്വസ്ഥതയോടെ എന്റെ പിതാവ് കരുതിക്കൊള്ളും, പിതാവാണെല്ലാം ചെയ്യുന്നത്, പിതാവ് എനിക്ക് വേണ്ടി കരുതുന്നു, അവിടെ നിന്നെല്ലാം എനിക്ക് നന്മയ്ക്കായിട്ടാക്കി തീർക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ കർത്താവിലേക്ക് പറ്റിച്ചേരുവാന്, പിതാവിലേക്ക് പറ്റിച്ചേരുവാൻ നമ്മുടെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. നമ്മളുടെ പിതാവ് നമുക്കായിട്ട് കരുതാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അത് ഞാൻ നനച്ചിടുമ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല എന്ന് നമ്മൾ പാടുന്ന 664 664. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ.
എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമില്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമില്ല നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ, ഭക്ഷണമായി കാര്യം അടുക്കൽ വരും. ജീവ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. അപ്പവും നിറച്ചീവ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമില്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമില്ല നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സാരാഫാത്തിൽ സഹിച്ചിടിലും, മരിക്കുവാനൊരുക്കമായിരുന്നിടിലും. ക്ഷാമത്തിലെ ആവേശം കുറയുന്നില്ലേ എന്റെ കരസത്തിൽ എന്ന കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിൽ എന്ന കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമില്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമില്ല നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമില്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമില്ല നിന്റെ ചുമലിൽ. ശത്രുഭീതി കേട്ടുതല്ലും നടുങ്ങിടിലും, ചൂരച്ചെടി തണലതിൽ ഉറങ്ങിടിലും. ശത്രുഭീതി കേട്ടുതല്ലും നടുങ്ങിടിലും, ചൂരച്ചെടി തണലതിൽ ഉറങ്ങിടിലും. വന്നുണർത്തി തരും ദൂതൻ കനലടകൾ തിന്നും, തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമാ. വന്നുണർത്തി തരും ദൂതൻ കനലടകൾ തിന്നും, തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമാ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേയൊന്നും,
ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും. ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അതെ പിതാവേ, ഞങ്ങളുടെ ഭാരമെല്ലാം അവിടുത്തെ ചുമലിൽ ഞങ്ങൾക്ക് ചുമത്താം. ഞങ്ങൾക്ക് ഇനിയും ഭയപ്പെടേണ്ടതിനായിട്ട് ദാസത്തിന്റെ ആത്മാവിനെ അല്ലല്ലോ അവിടെ ഞങ്ങൾക്ക് തന്നിട്ടിരിക്കുന്നത്, പുത്രത്വത്തിന്റെ ആത്മാവിനെ ആയിരിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു. അതെ കർത്താവേ, പിതാവിനെ വെളിപ്പെടുത്തുവാൻ പുത്രന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജ്ഞാനികളെയും വിധികളെയൊക്കെ മറച്ചിട്ട് അവിടുന്ന് ശിശുക്കൾക്കാണല്ലോ ഇത് വെളിപ്പെടുത്തുന്നത്. ഞങ്ങളെ തന്നെ ഒരു ശിശുവിനെ പോലെ, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ, ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. യേശുവേ, പിതാവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാട്ട്, അധികമായിട്ട് വെളിപ്പെടുത്തി തന്നാട്ട്, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ട്, ആ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ സൺസ്, ആ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആ പിതാവിന്റെ വാതിലെ പുഷ്പമുള്ളതായ ടു എക്സ്പീരിയൻസ് ദ ഹഗ് ഓഫ് ദ ഹെവൻലി ഫാദർ, ഞങ്ങളുടെ പിതാവിന്റെ ആ കെട്ടിപ്പിടുത്തം, ആശ്രയിഷം കർത്താവേ, അതറിയുവാൻ തോന്നുന്നു, അസ്വസ്ഥത അറിയുവാൻ തോന്നുന്നു. ഒത്തിരി സഹായിക്കണം. ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ എപ്പോഴും നിറച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ മാത്രമല്ല കർത്താവേ, നമ്മുടെ ജീവിതത്തിന്റെ തീർച്ചയായ പല സാഹചര്യങ്ങളിലെയും പോകുമ്പോൾ, പല സമ്മർദ്ദങ്ങളും, പല പരീക്ഷകളും, പ്രലോഭനങ്ങളും, പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവിടെയും പിതാവിന്റെ മാർഗിലുള്ള ആ ചൂടറിയുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിനെ എപ്പോഴും അറിഞ്ഞുകൊണ്ടേയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഇനിയും പ്രതീകാത്മകമായിട്ടല്ലല്ലോ അന്ന് പരിശുദ്ധാത്മാവ് വരുന്ന നാളിലെല്ലാം എല്ലാം വ്യക്തമായിട്ട് പിതാവിനെ കുറിച്ച് പറഞ്ഞു തരും. പിതാവ് പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങളത് പറഞ്ഞു തന്നിരിക്കുന്നവർക്ക് ഞാൻ നീ സ്തുതിക്കുന്നു. അതെ കർത്താവേ, നന്ദി കർത്താവേ. നമുക്ക് പിതാവിനിടയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വരുന്ന പിതാവിന്റെ മടിയിൽ കയറിയിരിക്കാം. നമുക്ക് പിതാവിനെ നോക്കി ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഭാരങ്ങളെ എല്ലാം പകരാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യവതിക്കായിട്ട്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ പുത്രസ്വീകാരത്തിന്റെ പദവിക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കും. നന്ദി കർത്താവേ, നന്ദി. പിതാവിന്റെ ആത്മാവ് ഞങ്ങൾക്ക് കർത്താവെ വേണ്ടുന്നതെല്ലാം, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടുന്ന വാക്കുകൾ പറയുവാൻ, എങ്ങനെ പറയണം, എന്ത് പറയണം എന്നുള്ളതെല്ലാം പിതാവിന്റെ ആത്മാവ് ഞങ്ങൾക്ക് അരുളപ്പാട് തരും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും സൃഷ്ടിയോട് പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളുടെ പിതാവാണെന്നുള്ളത് ഉറപ്പോടുകൂടി ആയിരിക്കാൻ കർത്താവെ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ഒരു നാളത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാ വിശ്വവികളികളെ മാതിരിയുള്ള നാട്ടിൽ ആവുന്നു.